എൻ്റെ പേര് ഡാനിയൽ. എൻ്റെ വീട് തൃശ്ശൂരാണ്. ഇപ്പോൾ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇലക്ട്രോണിക്സിൻ്റെ ഡിപ്ലോമ കഴിഞ്ഞാണ് 3 വർഷത്തെ. ഇപ്പോൾ കറൻ്റ്ലി സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി എക്കണോമിക്സ് ആൻഡ് ബിസിനസ് മാനേജ്മെൻ്റ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാരിബറിൽ അത് ഉണ്ടായിരുന്നു, ആ കോഴ്സ് ഉണ്ടായിരുന്നു ആക്ച്വലി. അതെ, ജർമ്മനി ആയിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി. പക്ഷേ അത് ഈ പറഞ്ഞ കുറച്ചുകൂടി അഫോർഡബിൾ ആയി തോന്നിയില്ല ജർമ്മനി. ഇപ്പോൾ സ്ലോവേനിയ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജർമ്മനി കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ് മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് സെയിം കോഴ്സ് കിട്ടിയതുകൊണ്ടാണ് സ്ലോവേനിയ നമ്മൾ ചൂസ് ചെയ്തത്. ആക്ച്വലി ഞാൻ കുറച്ച് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് എൻട്രി ഫ്ലൈനെ കുറിച്ച് അറിഞ്ഞതും മാഗയായിട്ട് കണക്ട് ചെയ്തത്. അപ്പോൾ മാഗ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീണ്ടും സ്ലോവേനിയയിലുള്ള കുറച്ച് ഫ്രണ്ട്സായിട്ട് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ഓൾറെഡി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് മൊത്തത്തിൽ. നമ്മളിപ്പോൾ പുറത്തുനിന്നൊരു ഫോറിനർ വരുമ്പോൾ നമുക്ക് എന്തായാലും അവരോട് സംസാരിക്കാനൊരു ഇതുണ്ടാവും. പക്ഷെ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു മൈൻഡ് സെറ്റാണ് അവരുടെ. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റും നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്, നമ്മൾ മുന്നേ എന്ത് ട്രൈ ചെയ്തു, അങ്ങനത്തെ ഫുൾ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് 26 വയസ്സായി. സോ സ്ലോവേനിയയിൽ ഒരുവിധം 25 വയസ്സ് വരെയാണ് അവർ മാക്സിമം നോക്കുന്നത് ബാച്ചിലേഴ്സിന്. പക്ഷേ നമ്മുടെ പ്രൊഫൈൽ കറക്റ്റായിട്ട് അവർക്ക് സംസാരിച്ച് അവർക്ക് മനസ്സിലാക്കിയപ്പോൾ അവർ ഓക്കെ ആയിരുന്നു എനിക്ക് ഓഫർ ലെറ്റർ തരാൻ വേണ്ടിയിട്ട്. എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു മോക്കപ്പ് പോലെയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന മാതിരി നമ്മളെക്കുറിച്ച് തന്നെ കറക്റ്റായിട്ടൊന്നും കൂടി സ്റ്റഡി ചെയ്തിട്ട് അത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ അടുത്ത് മോക്കപ്പ് കാര്യങ്ങളുണ്ടായിരുന്നു ഓൾറെഡി. ഞാൻ ഡിപ്ലോമയാണ് കഴിഞ്ഞത്. ഈ ഡിപ്ലോമ എന്ന് പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ യൂറോപ്യൻ കൺട്രീസിൽ എവിടെയും വാലിഡ് അല്ല, വളരെ കുറച്ച് കൺട്രീസിൽ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ബാച്ചിലേഴ്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഈ ബാച്ചിലേഴ്സ് എന്താ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ ജർമ്മനി പോലുള്ള കൺട്രികളിൽ നമുക്ക് സ്റ്റുഡൻറ്റ് കൊലീഗ് എന്ന് പറഞ്ഞൊരു സംഭവം എക്സ്ട്രാ എടുക്കണം. നമുക്ക് 4 വർഷം പഠിക്കാം. അപ്പം പിന്നെ അഫോർഡബിളും അല്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സ്ലോവേനിയ നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഭയങ്കര അഫോർഡബിൾ ആണ് മറ്റേ ഫീസ് വരുമ്പോൾ. പിന്നെ എനിക്ക് ഇനീഷ്യലി ഇത് ഈ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തത് ഈ പറഞ്ഞ ചേച്ചി ഇപ്പോൾ ജർമ്മനിയിലാണ്. അപ്പോൾ ചേട്ടനും അങ്ങോട്ട് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാനും അങ്ങനെ ഒരു മൈഗ്രേഷൻ എന്ന് പറഞ്ഞില്ലെങ്കിലും ഒരു ജർമ്മനിയിലോട്ടിലാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഒരു മാസ്റ്റേഴ്സിന് ജർമ്മനി പോയി പഠിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു പാത്ത് വേ പോലെയാണ് ഇപ്പോൾ സ്ലോവേനിയ ചൂസ് ചെയ്തിട്ടുള്ളത് ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കാണ് നോക്കുന്നത്. അഡ്മിഷൻ ഇപ്പോൾ ഓഫർ ലെറ്റർ റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി. പിന്നെ ഇപ്പോൾ ലോൺ കാര്യങ്ങളൊക്കെ നോക്കണം.